അഞ്ജു, അവൻ റെഡിയായില്ലേ? വരുന്നു. ആ, നമുക്ക് പോവാം. മോള് വാ. അയ്യോ എന്റെ ബാഗ്. അമൽ, ഇത് കീറി നീയാണോ? അതെ. അയ്യോ നിർത്ത്. കാണിക്കുന്നു. എന്തിനു മോനെ നിന്റെ ദേഷ്യം ബാഗിനോട് കാണിക്കുന്നേ? അത് കയറി അച്ഛൻ തന്നെ വാങ്ങിച്ചു കൊടുക്കണ്ടേ? വേലക്കാരി പെണ്ണ് എന്റെ കൂടെ പഠിക്കണ്ട. നിനക്ക് കുറച്ച് കൂടുന്നുണ്ട്. അടിച്ചിട്ട് മതി. ഇപ്പൊ കൂടുന്ന പ്രദീപേട്ടനാ. എന്റെ കണ്ടീഷനൊക്കെ മറന്നുപോയോ? എനിക്ക് ബാഗ് വേണ്ട അങ്കിൾ. പുസ്തകങ്ങൾ ഞാൻ കൈ പിടിച്ചോളാം. അതാ മോളെ നല്ലത്. ബാഗും സജ്ജയൊന്നും ഇല്ലായിരുന്ന കാലത്തെ പിള്ളേര് പഠിച്ചിട്ടില്ലേ? വേണമെങ്കിൽ ഒരു ബിഗ് ഷോപ്പർ എടുത്തോ. ബിഗ് ഷോപ്പർ നീ കൊണ്ടുപോയാ മതി. അങ്കിള് നാളെ വേറെ വാങ്ങിച്ചു കേട്ടോ മോളെ. അത് ഞാൻ കേറി. പോകാൻ ലേറ്റ് ആയില്ലേ? ശരി, രണ്ടാളെ കൊണ്ടുവിട്ടിട്ട് വേഗം വാ. എനിക്ക് ചിലത് പറയാനുണ്ട്. ഇല്ല കൊച്ചമ്മേ, ഞാൻ പോവും. കരിമനെ കാണാതെ എനിക്കിനി കഴിയാൻ പറ്റത്തില്ല. നീ എന്തൊക്കെ ചിന്നുവി പറയുന്നേ? നിന്റെ അവസ്ഥയെ പറ്റി നിനക്കൊന്നും അറിയില്ല. നിനക്ക് അങ്ങോട്ട് യാത്ര ചെയ്യാൻ പറ്റില്ല. ആസ് എ ഡോക്ടർ ഞാൻ അതിനൊട്ട് അനുവദിക്കുകയില്ല. നിനക്കറിയോ, അച്ഛൻ അറിഞ്ഞ ഇവിടെ ആകെ പുകിലാവും. എന്നാൽ എനിക്ക് പോയേ പറ്റൂ. ചിന്നു, അച്ഛൻ എന്നെ ആയിരിക്കും വഴക്ക് പറയാ. ആ കാട്ടിൽ വെച്ച് നിനക്ക് എന്തെങ്കിലും വിഷമുണ്ടായ പിന്നെ എന്റെ അച്ഛൻ ജീവിച്ചിരിക്കില്ല. നിന്റെ കുഞ്ഞിനെ വളർത്തുന്നതിനെ പറ്റി സ്വപ്നം കണ്ട് നടക്കാൻ നിന്റെ അപ്പാപ്പൻ. അത് മറക്കണ്ട നീ. വിഷമൊന്നുമില്ലല്ലോ? എല്ലാം എല്ലാം നിന്നെ കണ്ടപ്പോ മാറി. എനിക്ക് ഒരു സങ്കടമില്ല. ചിന്നുമോളെ, നിന്റെ പേരെടുക്കാൻ വന്നതാ മുത്തി. ദേ, അതിനുള്ള പച്ചമരുന്നൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഒന്നുകൊണ്ടും പേടിക്കണ്ട. ചിന്നുവിന്റെ പ്രസവ കാര്യമൊക്കെ അച്ഛൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാം ഭംഗിയായിട്ട് ഞാൻ നോക്കിക്കോളാം. മുത്തി ആ കാര്യത്തിൽ വിഷമിക്കണ്ട. വിഷമം ഉണ്ട്. ഇവള് തള്ളയില്ലാത്തവളാ, ഇവനും ഇല്ല. ഞാനാ ആ സ്ഥാനത്തിപ്പോ. ഇവരെ കൊച്ചിനെ ദേ ഈ കൈ കൊണ്ട് കോരിയെടുക്കും ഞാൻ. മുത്തിയേ, കാടിന്റെ വയറ്റാട്ടിയാ. ആ, അത് മറക്കണ്ട. ആ, കാടിന്റെ വയറ്റാട്ടിയും നാടിന്റെ വയറ്റാട്ടിയും ഒന്നിച്ചു ചേർന്ന് എന്റെ ചിന്നുമോളുടെ പ്രസവം എടുക്കണം. എല്ലാ കാര്യവും പാർവതി നോക്കിക്കോളും. മുത്തിക്കറിയോ, ഇവള് അമേരിക്കയിൽ പോയി പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് വന്നിരിക്കുന്ന വലിയ ഡോക്ടറാ. മുത്തി ഒന്നുകൊണ്ടും പേടിക്കണ്ട, എല്ലാം മംഗളാവും. എന്താ മോനെ? ഞാൻ വർഷയെ കണ്ടിരുന്നു. അവൾ ഈ നാട്ടിൽ തന്നെ ഉണ്ട്. GK മേനോൻ എന്നറിയപ്പെടുന്ന ഒരു വലിയ ബിസിനസ്സുകാരനെ കല്യാണം കഴിച്ചിരിക്കുക അവള്. നിന്നോട് എന്തെങ്കിലും സംസാരിച്ചോ? അവള് വഴി കാത്തു നിന്ന് വണ്ടി നിർത്തി സംസാരിക്കായിരുന്നു. വീണയോടുള്ള ഒടുങ്ങാത്ത പക അവളുടെ മനസ്സിലുണ്ടമ്മേ. എന്റെ ഈശ്വര, എന്താ അവളുടെ ഉദ്ദേശം? പക നമ്മളോട് കാണുമോ മോനെ? നീ സൂക്ഷിക്കണം. ഒരു വല്ലാത്ത തരക്കാരി ആ പെണ്ണ്. മുൻജന്മ സുഹൃതം കൊണ്ടായിരിക്കും അവളുടെ കയ്യിൽ പെടാതെ നീ രക്ഷപ്പെട്ടത്. ഇപ്പോഴും രക്ഷപ്പെട്ടെന്ന് എനിക്ക് തോന്നില്ല അമ്മേ.
വീണയുടെ കമ്പനിയും ബിസിനസ്സും ഒക്കെ നശിപ്പിക്കാൻ എന്തൊക്കെയോ കരുനീക്കങ്ങൾ വർഷ നടത്തുന്നുണ്ട്. വീണയോട് ഞാനത് പറഞ്ഞിട്ടില്ല അമ്മേ. അമ്മയും പറയണ്ട. വീണ അറിഞ്ഞ ശ്വേത ആൻറ്റി അറിയും. അവർ പിന്നെ എന്നെയും കൂടി ഇതിനകത്ത് പ്രതിയാക്കും. ശ്വേതയ്ക്ക് എന്തോ ഒരു ഇഷ്ടക്കേടുണ്ട് നിന്നോട്. അതെന്താന്നാ എനിക്ക് മനസ്സിലാവാത്തെ. അമ്മയ്ക്ക് ഊഹിച്ചൂടേത്. അവരുടെ അന്തസ്സിനൊത്തുള്ള ഒരു ബന്ധമല്ലിത്. അത് തന്നെയാ പ്രശ്നം. അവരുടെ വീട്ടിലെ കാര്യസ്ഥന്റെ മരുമകൻ. അപ്പോൾ നമ്മളേക്ക് വെറും മോശക്കാരായിട്ടല്ലേ കാണൂ. പക്ഷെ വിഷ്ണു സാറിന്റെ പെരുമാറ്റത്തിൽ അതൊന്നും ഇല്ലല്ലോ. ഇല്ല, അങ്കിളിന് എന്നോട് ഇഷ്ടാ. മാത്രമല്ല അങ്കിളിന് പഴഞ്ചൻ ചിന്താഗതികളൊന്നുമില്ല. എന്തായാലും വർഷ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വ്യക്തമായിട്ട് അറിഞ്ഞിട്ടേ ഞാൻ വീണയോട് പറയുന്നുള്ളൂ. എനിക്ക് പേടിയാവുന്നു മോനെ. കൊലപാതകിയുടെ അനിയത്തി അവള്. ആ ജയൻ ജാമ്യത്തിൽ ഇറങ്ങിയെന്നോ മറ്റോ നീ തന്നെയല്ലേ പറഞ്ഞത്? കൊല്ലും, തീ വെക്കുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തിയവനാ. ജയിലിൽ കിടന്ന് അറപ്പ് മാറിക്കാണും. നീ പോലീസിന് ഒരു പരാതി കൊടുക്ക. ഏയ്, അതൊന്നും പറ്റില്ലമ്മേ. എന്തിൻ്റെ പേരിലാ പരാതി കൊടുക്കുക? ജീവന് ഭീഷണിയുണ്ടെന്നോ? അതിന് അയാൾ എന്നോട് എന്തെങ്കിലും സംസാരിച്ചാലേ പറ്റൂ. അല്ലാതെ പോലീസ് ചോദിക്കുമ്പോൾ എന്താ പറയുക? ചുമ്മാ ഒരു പേടിയൊന്നും. നിനക്ക് എന്തെങ്കിലും പറ്റിയ അമ്മയ്ക്ക് പിന്നെ ജീവിതം ഉണ്ടാവില്ല മോനെ. ഏയ്, എനിക്കെന്ത് പറ്റാനാ? നേർക്ക് നേരെ വന്ന ഒരുത്തിനെ എനിക്ക് പേടിയില്ല. പിന്നെ പുറകിൽ കൂടെ വന്ന് കുത്തിയ ആ കുത്ത് തടുക്കാൻ ദൈവത്തിനെ കഴിയും. ഒരു കാര്യമില്ലാതെ അമ്മ ഇപ്പൊ സങ്കടപ്പെടുന്നേ. ഇതൊക്കെ നമ്മൾ ഊഹിച്ചുണ്ടാക്കിയതല്ലേ അമ്മേ? സത്യം അറിയട്ടെ, എന്നിട്ട് സങ്കടപ്പെട്ടാ പോരെ? എൻ്റെ അമ്മ ഒരുപാട് കരഞ്ഞല്ലേ. ഇനി ഈ കണ്ണീര് വേണ്ട. എന്നെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കളയുന്നുള്ള പേടിയും വേണ്ട. എന്നും നിന്നെപ്പറ്റി ഓർത്ത് കണ്ണു നിറയാനേ എനിക്ക് നേരം ഉണ്ടാവും. എന്തെങ്കിലും പ്രശ്നം എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ കല്യാണം നടന്നാലെങ്കിലും മനസ്സമാധാനത്തോടെ കഴിയാന്നാ കരുതിയത്. ഇപ്പൊ നശിച്ച പെണ്ണ് കാരണം അതും ഇല്ലാണ്ടായി. മോനെ, നീ ഈ കാര്യമൊക്കെ വിഷ്ണുവിനോട് തുറന്നു പറയുന്നതാ നല്ലത്. അദ്ദേഹത്തിന് വലിയ സ്വാധീനവും പണവും ഒക്കെ ഉള്ളതല്ലേ. GK മേനോനെന്ന് നീ പറഞ്ഞ വർഷയുടെ ഭർത്താവിനെ ചിലപ്പോ അദ്ദേഹത്തിന് അറിയാമെങ്കിലോ? വിഷ്ണു അങ്കിളിനോട് പറയുന്നത് ചിലപ്പോൾ കൂടുതൽ പ്രശ്നമായിരിക്കും. അവരൊക്കെ ഇത് അറിയാതിരിക്കുന്ന നല്ലതമ്മേ. വീണയോട് പോലും പറയാൻ എനിക്ക് പേടിയാ. മോനെ, നിന്റെ ഭാര്യ അവള്. ആരെതിർത്താലും എന്നും നിന്റെ കൂടെ നിൽക്കേണ്ടവൾ. നിന്നെക്കുറിച്ച് എല്ലാം അവൾ അറിഞ്ഞിരിക്കണം. ഒരു ഭാര്യയിൽ നിന്നും ഭർത്താവോ ഭർത്താവിൽ നിന്നും ഭാര്യയോ ഒന്നും മറച്ചു വെക്കരുത്. നീ വീണയോടെല്ലാം പറഞ്ഞേ പറ്റൂ. മുത്തിയമ്മേ, എന്തായി കാട്ടണേ? ആ, ഡോക്ടര് വന്നോ? ഞാനേ ചിന്നുവിന് പെറാനുള്ള ഒരുക്കങ്ങൾ നടത്തുക. പെറാനുള്ളൊരുക്കോ? ഓ അല്ല പിന്നെ, ഇതാണ് ഇരുവണ. ഈ വള്ളികള് മേലെ കെട്ടി തൂക്കണം. എന്തിന്? ഓ, അതൊന്നും അറിഞ്ഞുകൂടെ ഡോക്ടർക്ക്? ഈ വള്ളികളിലും പിടിച്ചോണ്ട് ഈ ഇരുവണയില് കാലും കയറ്റി വെച്ചിരിക്കും പേറ്റുകാരി. അങ്ങനെയല്ലോ വെറുതെ. എന്റെ ഈശ്വര. നല്ല വേപ്പിലയും കറുകപ്പുല്ലും മെത്ത പോലെ അടിയിൽ വെക്കും. അതിലോട്ട് കുഞ്ഞു വീഴുവന്നേ. ഒന്ന് നിർത്തുന്നുണ്ടോ ഈ കോപ്രായം? ഇരുവണയും കാട്ടുവള്ളി. അങ്ങ് കാട്ടില് കാലം മാറിയില്ലെങ്കിൽ വേണ്ട. നാട്ടിലിപ്പോ അതല്ല അവസ്ഥ. ഇവിടെ കാലവും മാറി, ചികിത്സയും മാറി. എന്താ എന്താ ഡോക്ടറെ? ഇതൊന്നും കാണുന്നില്ലേ കരിമ? ദാ ഇതില് വള്ളിയും പിടിച്ചിരുന്നോണ്ട് വേണം ചിന്നു പ്രസവിക്കാന്ന്. ചിന്നുവിന്റെ ഗർഭപാത്രം എത്രത്തോളം ദുർബലമാണെന്ന് ഒരു 100 വട്ടം പറഞ്ഞല്ലേ ഞാൻ? ഓരോ മണിക്കൂറിലും കത്തിയും കത്തറിയും സ്റ്റെറിലൈസ് ചെയ്തോണ്ടിരിക്കുക ഞാൻ. എപ്പോഴാ ഓപ്പറേഷൻ വേണ്ടി വരികയെന്ന് നിശ്ചയില്ലാത്തോണ്ട്. എന്ത് എന്ത് കേറി മുറിക്കുന്നു? അതിനെ മുത്തിയെ കൊല്ലണം. മുത്തിയമ്മേ, എന്താ മോളെ? ഇങ്ങി വാ.
ഞാൻ മുത്തിയമ്മയുടെ മോളല്ലേ? എന്റെ പൊന്നുമോളെ, നീയും കരുമനും ഒക്കെ എന്റെ മക്കള് തന്നെ. മുത്തിയമ്മയ്ക്ക് എന്നോട് ഒത്തിരി ഒത്തിരി ഇഷ്ടമാണെന്ന് എനിക്കറിയാം. നമ്മുടെ രീതിയിൽ ഇരുവണയിലിരുന്ന് പ്രസവിക്കാൻ എനിക്കും ആശയുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്കതിനാവതില്ല മുത്തിയമ്മ. അയ്യോ എന്റെ മോളെ. മുത്തിയമ്മയ്ക്ക് എന്നോടുള്ള അത്രയും സ്നേഹം പാർവതി ഡോക്ടർക്കും ഉണ്ട്. അതുകൊണ്ട് ഇത്തവണ പാർവതി ഡോക്ടർ പറയുന്നത് പോലെ നമുക്ക് ചെയ്യാം. അടുത്ത തവണ മുത്തിയമ്മ എന്റെ പേരെടുക്കണം. എന്റെ പൊന്നുമോളെ, അതു മതി മുത്തിയമ്മയ്ക്ക്. മലങ്കാളി, നിനക്ക് ആപത്തൊന്നും വരുത്താണ്ടിരുന്നാ മതി. ഒന്നും വരില്ല മുത്തിയമ്മേ. നോക്കട്ടെ, എന്റെ കൊച്ചിനെ കാത്തോണ്ടേ. വിശ്വസിച്ച് കണ്ണു അടച്ചങ്ങോട്ട് ഏൽപ്പിക്കുക. അവക്കൊരു കുഴപ്പവും ഉണ്ടാവില്ലെന്ന് വാക്ക് തരണം. വാക്ക് തന്നിരിക്കുന്നു. ചിന്നു എനിക്ക് എന്റെ സ്വന്തം മോളെ പോലെ തന്നെയാ. എന്റെ രക്തം തന്നെയല്ലേ അവളും. അവക്കൊരു അപകടം ഉണ്ടാവില്ലേ മുത്തിയമ്മേ? മമ്മി പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അത് തന്നെയാ നിന്റെ കുഴപ്പം. ചുറ്റും നടക്കുന്നതൊന്നും നിനക്ക് മനസ്സിലാവുന്നില്ല. മമ്മി എന്താ സുധീഷേട്ടനെ കരിവാരി തേക്കാൻ ശ്രമിക്കുകയാണോ? അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കാൻ സുധീഷേട്ടന് അധികാരമില്ലേ? ഹി ഈസ് മൈ ഹസ്ബൻഡ്. ഹോ, ഒരു ഹസ്ബൻഡ്. രണ്ടാളോട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. സംസാരം വഴക്കിലേക്ക് നീങ്ങരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനേ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. അത് കേൾക്കാനാ ഞാൻ ഇരിക്കുന്നത്, അല്ലാതെ വഴക്ക് കേൾക്കാനല്ല. വഴക്കല്ല ഡാഡി. തുടക്കം മുതലേ മമ്മിയുടെ ആറ്റിറ്റ്യൂഡ് ഇതാ. സുധീഷേട്ടൻ എന്ത് ചെയ്താലും കുറ്റം. എനിക്ക് മനസ്സിലാവുന്നില്ല മമ്മി എന്തിനെങ്ങനെ പെരുമാറുന്നെന്ന്. കാരണം സുധീഷിനെ ഞാൻ മനസ്സിലാക്കി, നീ മനസ്സിലാക്കിയില്ല. ആട്ടെ, സുധീഷ് എന്തിനാ കമ്പനി അക്കൗണ്ടിൽ നിന്ന് കാശെടുക്കുന്നേ? ഇതിപ്പോ 5ാം തവണയാ. എന്തിനാ എടുക്കുന്നേ? അമ്മയുടെ ചികിത്സയ്ക്ക് കാശ് എടുത്തോട്ടെന്ന് എന്നോട് ചോദിച്ചിരുന്നു. അല്ലാതെ സുധീഷേട്ടൻ കട്ടൊന്നും അല്ല. മോളെ, ഇങ്ങനെ സംസാരിക്കാതെ. നിന്റെ ആർഗ്യുമെന്റ് എന്താന്ന് വെച്ചാൽ തുറന്നു പറ. ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ് ഇത്. ആദ്യത്തെ തവണ 1.5 ലക്ഷം. 2ാം തവണ 90,000. 3ാം തവണ 2,40,000. നോക്ക്, നോക്ക്. ഇത്രയും വലിയ തുക അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടിയോ? കൊള്ളാം. വെള്ളരിക്ക പട്ടണത്തിൽ നടക്കും ഇതൊക്കെ. ശ്വേത, നിന്റെ വാക്കുകൾ അതിരിടക്കുന്നുണ്ട്. പറഞ്ഞു പോകുന്നതാ വിഷ്ണുവേട്ടാ. കമ്പനി മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലാ ഇപ്പോ. അതൊന്നും അറിയാതെ ഇവള് കപ്പിത്താന് വെയിൽ കൊള്ളാതിരിക്കാൻ കൊട പിടിക്കുന്നു. ഫാക്ടറിയിൽ ടൺ കണക്കിന് സാധനങ്ങൾ കെട്ടിക്കിടക്കുന്നു. 3 മാസമായിട്ട് ഒരൊറ്റ ഷിപ്മെന്റ് പോലും നടന്നില്ല. MD ആയിരുന്നിട്ട് അതിന്റെ കാരണം വല്ലതും ഇവള് തിരക്കൂ? ആ GK മേനോന്റെ കമ്പനി 1 മാസത്തിനുള്ളിൽ 2 തവണ വിദേശ ഷിപ്മെന്റ് അയച്ചു. ഇവിടെ പൂച്ച പുറ്റ കിടക്കുന്നു. അവരെ ലോഡ് അയച്ചതിന് സുധീഷേട്ടനാണ് കാരണക്കാരൻ. ആണെന്നേ ഞാൻ പറയൂ. അത് കുറച്ചുകൂടെ കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാവും. ഹോ, എന്റെ ദൈവമേ, കുറച്ചുകൂടെ ഭഗതിരിവ് എന്റെ മോക്ക് കൊടുക്കണേ. ഇങ്ങത്താ. പോട്ടമോളെ, മമ്മിയുടെ സ്വഭാവം നിനക്കറിയില്ലേ? വായി വരുന്നൊക്കെ വിളിച്ചു പറയും. സാരമില്ല. മോൾ ഇക്കാര്യം വളരെ നയത്തിൽ സുധീഷിനോടൊന്ന് ചോദിച്ചാൽ മതി. ദാമ്പത്യ ജീവിതമെന്ന് പറയുന്നത് കായലിന്റെ ഓളപ്പരപ്പിലുള്ള ഒരു വഞ്ചി പോലെയാണെന്ന് അച്ഛൻ പണ്ട് പറയുമായിരുന്നു. തുഴയാൻ അറിയുന്നവർക്ക് പോലും ചിലപ്പോൾ പിഴവ് പറ്റും, മറിയാം. അച്ഛൻ്റെ ജീവിതത്തിലും അങ്ങനെ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ പേരിലുണ്ടായ വഴക്കും സങ്കടങ്ങളും ഇന്നും കനലുകളായി തന്നെ എൻ്റെയും നിന്റെ അമ്മയുടെയും മനസ്സിൽ കിടപ്പുണ്ട്. അത് എൻ്റെ മകളുടെ ജീവിതത്തിൽ സംഭവിക്കരുതെന്ന് അച്ഛന് നിർബന്ധമുണ്ട്.
നിന്റെ ഭർത്താവിനെ അവിശ്വസിക്കണമെന്ന് ഞാൻ പറയില്ല മോളെ. എങ്കിലും നീ അവനെ ശ്രദ്ധിക്കണം. പരസ്പരം തുറന്ന പെരുമാറ്റം തന്നെയാണ് എന്നും നല്ലത്. ഇല്ലെങ്കിൽ സംശയങ്ങൾ പെരുകി ഒരു ദിവസം അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിക്കും. വേണ്ട മോളെ, അങ്ങനൊന്നും നിങ്ങൾ തമ്മിൽ പാടില്ല. നീ സുധീഷിനോട് നല്ല രീതിയിൽ സംസാരിച്ച് കാര്യങ്ങൾ അറിയണം. വഴക്കിനുള്ള അവസരം ഉണ്ടാക്കരുത്.